വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. ഏതൊക്കെയാണ് ശരി? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അത് ശരിയാണ്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. അതും ശരിയാണ്. ഇതിലെ തെറ്റായ പ്രസ്താവനകൾ കൂടി നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തെറ്റാണ്. ജനസംഖ്യാനുപാതികമായിട്ട് ഓരോ പ്രവിശ്യയിലും ഓരോ നാട്ടുരാജ്യത്തിലും സീറ്റുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ജനസംഖ്യാനുപാതം അനുസരിച്ച് മുസ്ലിം, സിഖ്, പൊതുവിഭാഗം എന്നിങ്ങനെ മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? വീതിച്ചു നൽകി. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ടിംഗ് സമ്പ്രദായം സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളിൽ നിന്നും അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തത്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെയും എന്ത് ചെയ്തു? തീരുമാനിച്ചു. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് എത്രയായി? 15 വനിതാ അംഗങ്ങളായി. മലയാളികളായിട്ട് 3 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളി അംഗങ്ങൾ ചോദിച്ചാലും 17 പേരാണ് വനിതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. അത് ശരിയാണ്. അടുത്ത പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. അതും ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരി. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയത്തെ 1947 ജനുവരി 22 അംഗീകരിച്ചത്. ഈ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമുക്ക് ആമുഖത്തിൽ കാണാനായി സാധിക്കുന്നത്. 1976 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിനുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി. സ്ഥിതിസമത്വ മതേതരം എന്ന വാക്കതിൽ കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ്, രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം 1976, നിലവിൽ വന്നത് 1977 ജനുവരി 3. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ആമുഖം, ലിഖിത ഭരണഘടന, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, മൗലിക അവകാശങ്ങൾ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയൊക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഭാഗം 2. പൗരത്വത്തെ പറ്റി നോക്കാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്ന് പറയുന്നത് ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനയിൽ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് വകുപ്പുകൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റാണ്. പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരവും ഇന്ത്യ ഗവൺമെന്റിനാണ്. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. ജന്മസിദ്ധമായിട്ട് പൗരത്വം, ബൈ ബർത്ത്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. നെക്സ്റ്റ് രജിസ്ട്രേഷൻ വഴി, അതുപോലെ തന്നെ ചിരകാല വാസം മുഖേന, പിന്നെ പ്രാദേശിക സംയോജനം മൂലം. ഈ 5 വഴിയിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. അതുപോലെ പൗരത്വം നഷ്ടപ്പെടുന്നത് 3 രീതിയിലാണ്: പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹരണം. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷത എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടി റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട്. അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32നെയാണ്. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, റാബി. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഖാരിഫ് വരുന്നത് ജൂൺ മുതൽ നവംബർ വരെ. റാബി ആണെങ്കിൽ നവംബർ ടു മാർച്ച്. സെയ്ദ് മാർച്ച് മുതൽ ജൂൺ വരെയാണ്. സെയ്ദ് ചൂടനാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ചൂടുകാലത്താണ് എന്തുള്ളത്? സെയ്ദ് വരുന്നത്. പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് കാലത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. അതുപോലെ തന്നെ റാബി വിളകൾക്കുള്ള കോഡാണ് ഗോപപാലിക പുകവലിച്ചു. ഗോ വരുമ്പോൾ ഗോതമ്പ്, പാലികയില് പാ എന്താണ്? പയർ വെച്ചോർക്കാം. പാലിക അതിൽ കടുക്, പുകവലിച്ചു അതിലേത് വരും? പുകയില. അപ്പൊ ഏതൊക്കെയാണ് റാബി വിളകള്? ഗോതമ്പ്, പയർ, പുകയില, കടുക്. നെക്സ്റ്റ് വരുന്നതാണ് ഖാരിഫ് വിളകൾ. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, കരിമ്പ്, നിലക്കടല, ചണം, സോയാബീൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇടമലക്കുടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 4 മാത്രം. അപ്പൊ പുറംപണിയുമായി ബന്ധമുള്ളവ ഏതൊക്കെയാണ്? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഛോട്ട നാഗ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, റിസർവ് ബാങ്ക്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 1950 സ്ഥാപിതമായി, അത് ശരിയാണ്. നീതി ആയോഗ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി ഏതാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ. ഇതും ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയാണ്. 1950 മാർച്ച് 15 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത്
USSRൽ നിന്നുള്ള ദേശീയ ആസൂത്രണ മാതൃകയാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദി, അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. 2015 ജനുവരി 1 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2023-24 യൂണിയൻ ബജറ്റ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.